ഹായ് ഹലോ നമസ്കാരം. കാന്താര ചാപ്റ്റർ 1, കാന്താര ലെജൻഡ്സ് ചാപ്റ്റർ 1 സാൻഡൽവുഡിൻ്റെ ഏറ്റവും വലിയ കാത്തിരിപ്പായിരുന്നു. അതിന് പുറമെ മലയാളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കാത്തിരിപ്പായിരുന്ന സിനിമയാണ് കാന്താര ചാപ്റ്റർ 1 ദ ലെജൻഡ്. ഋഷഭ് ഷെട്ടിയാണ് ഈ സിനിമയുടെ കഥ. അതിൻ്റെ സംവിധായകൻ അദ്ദേഹമാണ്. ഈ സിനിമയ്ക്ക് അനിരുദ്ധ് എന്ന് പറയുന്ന അദ്ദേഹം കൂടി ഇതിൽ റൈറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഡ്യൂസറായിട്ടുള്ളത് നമുക്കറിയാം വിജയ് കിരങ്ങണ്ടൂർ, നമ്മുടെ KGF ഒക്കെ പ്രൊഡ്യൂസറാണ്. ഇതിൻ്റെ DOP ചെയ്തിരിക്കുന്നത് അരവിന്ദ് കശ്യപ്, 777 ചാർലിയുടെ ഒക്കെ DOP ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് അജിനേഷ് നമ്മുടെ KGF ഒക്കെ. അപ്പോൾ ഇതൊന്ന് സാൻഡൽവുഡിൻ്റെ ഒരു പക്ക ഒരു സ്ട്രാറ്റജിയെ എക്സ്ട്രീം ലെവലിൽ എത്തിക്കാനുള്ള ഒരു ക്രൂ ഇതിൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയുന്നത്. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ 800കളുടെ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിലേക്ക് കുടിയേറി വന്ന ഒരുപാട് പോർച്ചുഗീസുകാർ, അങ്ങനെയൊക്കെ അവരുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഈ സിനിമയിൽ, ആ ഒരു കാലഘട്ടമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ ഇതിൽ കാന്താര എന്ന് ആ ഒരു വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വനം എന്നാണ്. ആ വനത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ, അതായത് തൻ്റെ മറ്റൊരു ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നിനും വേണ്ടിയിട്ടും വിട്ടുകൊടുക്കാതെ തൻ്റെ വനത്തിനു വേണ്ടി തൻ്റെ വനത്തിലെ കായ്ക്കനികൾ ഭക്ഷിച്ചുകൊണ്ട് അവിടെയുള്ള സാംസ്കാരിക മൂല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെയുള്ള മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷിച്ചുകൊണ്ട് അവരോടുള്ള സ്നേഹം പല രീതിയിൽ പുലർത്തിക്കൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഈ സിനിമയ്ക്കുള്ളത്. ഗംഭീരമായിട്ട് ഇതിൻ്റെ ആർട്ട് വർക്കുകൾ ഗംഭീരമായിരുന്നു. എനിക്ക് തോന്നുന്നു ഭയങ്കര ബഡ്ജറ്റ് ഈ പടം. ഇത് 300 ദിവസത്തോളം ഈ സിനിമ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞത് തന്നെ നമുക്ക് അതിനുള്ള ഈ പടത്തിൽ കാണുന്നുണ്ട്. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു കാട്ടിലേക്ക്, ഒരു വനത്തിലേക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ സൃഷ്ടാവ് ആരാണ്, ആ കുഞ്ഞിൻ്റെ ജനനം എന്തിനാണ് എന്നൊക്കെയുള്ള ഒരു എക്സ്ട്രീം ലെവൽ ഇതിൻ്റെ ക്ലൈമാക്സ് കൊടുക്കുന്നുണ്ട്. കാന്താര ഒന്നും അല്ല, കാന്താരയുടെയൊക്കെ വേറെ ലെവൽ, ഒരു 5 ഇരട്ടി പെർഫോമൻസ് ആണ് ഋഷഭ് ഷെട്ടി ഇതിൽ ചെയ്തിരിക്കുന്നത്. ആസ് എ ഡയറക്ടർ അദ്ദേഹം മേക്ക് ചെയ്തിരിക്കുന്നതും. ഇതിൻ്റെ ബഡ്ജറ്റ് എനിക്കറിയില്ല, പക്ഷേ അതിൻ്റെ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഒരു 500 കോടിയൊക്കെ എന്തായാലും മസ്റ്റാണ്. കേരളത്തിൽ തന്നെ ഒരു KGF റെക്കോർഡ് അടക്കം വെട്ടിക്കാൻ ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ബോക്സ് ഓഫീസിൻ്റെ തരംഗങ്ങളൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നോക്കുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ വനത്തിൻ്റെ മകനായിട്ട്, ഒരു വനമകനായിട്ട് അവർക്കിടയിൽ ജീവിക്കുന്നതും അതിനുശേഷം ഇദ്ദേഹം കാട് കയറി മറ്റൊരു രാജാവിൻ്റെ അടുത്തേക്ക്, രാജവംശത്തിലേക്ക് പ്രവേശിക്കുന്നതും അവിടെയുള്ള ഭയങ്കര രസമായിട്ട് ജയറാമേട്ടൻ ഇതിലൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് പല സിനിമകൾ നമ്മൾ കേരളത്തിൻ്റെ ഔട്ട്സൈഡ് കേരളം നോക്കുകയാണെങ്കിൽ അദ്ദേഹം തല വെച്ചിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. അതിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ജയറാമേട്ടന് ഇറ്റ്സ് ഓക്കെ, നല്ലൊരു ക്യാരക്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ ഗുൽഫാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഒരു യുവരാജാവായിട്ട് ജയറാമേട്ടൻ്റെ മകനായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര. പിന്നെ ഈ സിനിമയിൽ ആദ്യം ഒരുപാട് കോമഡികളുണ്ട്. കാന്താര ഫസ്റ്റിൽ നമുക്കറിയാം ഒരുപാട് ഈ ബോഡി ഷെയ്മിങ്ങിൻ്റെ തമാശകളൊക്കെ പലരും കേരളത്തിലുള്ള ആളുകൾ അതെനിക്ക് ഒന്നും റിയലൈസ് ചെയ്യാൻ അറിയാഞ്ഞിട്ടായിരിക്കാം പലപ്പോഴും അതിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഓരോ ക്യാരക്ടറുകൾക്കും അവിടെ കൈയടിച്ചു. ഇപ്പോൾ പെപ്പെ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഈ സിനിമയിലുണ്ട്, ഭയങ്കര രസമായിരുന്നു, കോമഡി ആയിരുന്നു. പിന്നെ സാമ്പ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അവരുടെ ഡയലോഗ്സിനൊക്കെ ഭയങ്കര കോമഡിയൊക്കെയുള്ള ഭയങ്കര എല്ലാ കോമഡീസും വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഒരു ആക്ഷൻ, എനിക്ക് ഇൻ്റർവെൽ, ഈ സിനിമയ്ക്ക് ഒരു ഇൻ്റർവെൽ ബ്ലോക്ക് ഉണ്ട്. RRR നമുക്ക് ഈ NTR ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, നമ്മുടെ പുലിയും ഒക്കെ വന്നിട്ട് ഭയങ്കര അതുപോലൊരു ഐറ്റം ഇതിൽ ഋഷാബ് ഇതിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് അമേസിങ് മാൻ, മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഇൻ്റർവെല്ലിൻ്റെ ബ്ലോക്ക്. പിന്നെ സെക്കൻഡ് ഹാഫിൽ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ലെവൽ. കാരണം പിന്നെ തിരിഞ്ഞ് നോക്കണ്ട ഈ സിനിമ, പിന്നെ വേറെ ലെവലിലേക്ക്. അത് എനിക്കൊന്നു ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിത്തഡോളജി, മിത്തിനെയും മനുഷ്യരെയും ഒരുപോലെ കൂടിക്കലർത്തിക്കൊണ്ട് മണ്ണിനെയും മനുഷ്യനെയും മറ്റൊരു രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഇവർക്കിടയിലുള്ളൊരു കോൺഫ്ലിക്റ്റ്, അതായത് ഈ കാട്ടിലുള്ള ആളുകൾക്കിടയിലുള്ള കോൺഫ്ലിക്റ്റ്, അതിനുശേഷം നാട്ടിലെ രാജാക്കന്മാർക്ക് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു സോങ് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതായത് പല ദൈവങ്ങളെല്ലാം കൂട്ടിയിട്ട് അതെല്ലാം ഗംഭീരമായിരുന്നു. ഞാൻ ഈ പടം കണ്ടതിൻ്റെ ത്രില്ല് നന്നായിട്ടുണ്ട്. എനിക്ക് ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എനിക്കൊന്നും നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ സാൻഡൽവുഡിലെ ഏറ്റവും മികച്ച ക്ലൈമാക്സ്, ഇതിൻ്റെ കട്ട വെയിറ്റിംഗ് ആണ് ചാപ്റ്റർ 2. കാരണം അജാതി ബ്ലോക്കാണ്. പ്രത്യേകിച്ച് നമുക്ക് അവസാനത്തെ വരാഹരൂപം എന്നുള്ള സോങ് ഒക്കെ ഈ ഒരു ടൈലൻഡിൽ കൊടുത്തിട്ട് അവിടെ ഫിലിം ബൈ ഋഷഭ് ഷെട്ടിനെ എഴുതി കാണിക്കുമ്പോൾ ശരിക്കും അത് ഭയങ്കര എക്സ്പീരിയൻസ്. അത് കണ്ടറിയണം. പലരും തിയേറ്ററിൽ എണീറ്റ് പോലും തോന്നാത്ത സിറ്റുവേഷനാണ്. കാരണം ഭയങ്കര രസമായിരുന്നു ഇമോഷണലി. പിന്നെ അതിലൊരു ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയില്ല, അജാതി എക്സ്ട്രീം. നാഷണൽ അവാർഡ് കൊടുത്താലും ഇതിന് കൊടുത്താലും കുഴപ്പമില്ല. അത്ര ഗംഭീരമായിട്ട് ഋഷാബ് ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. മസ്റ്റ് വാച്ച് തിയേറ്റർ. IMAX എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കിളി പോകും. അജാതി പടമാണ്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം.
നിങ്ങൾ പോയി കണ്ടോ. ബുക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുക്ക് ചെയ്തോ അലോങ് വിത്ത് ഫാമിലി. വിട്ടോ തിയേറ്ററിലേക്ക്. അതിഗംഭീരം. മരണമാസ് കാന്താര കട്ട വെയിറ്റിംഗ് ചാപ്റ്റർ 2. താങ്ക് യു.